ബഹുമാനപ്പെട്ട ദൃശ്യമാധ്യമ സുഹൃത്തുക്കൾ, പ്രസ് ക്ലബ്ബ് ഉദ്യോഗസ്ഥർ, ട്രസ്റ്റ് ബോർഡ് ഭാരവാഹികൾ, ട്രസ്റ്റ് ബോർഡ് ഔദ്യോഗിക അംഗങ്ങൾ, ഉത്സവത്തിൻ്റെ ജനറൽ കൺവീനർ, എല്ലാവർക്കും നമസ്കാരം. നാം ഇന്നിവിടെ കൂടിയിരിക്കുന്നത് 2024 വർഷത്തെ ആറ്റുകാൽ പൊങ്കാലയുമായിട്ട് ബന്ധപ്പെട്ട ചടങ്ങുകളും ഒരുക്കങ്ങളെ പറ്റിയുള്ളതും ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്ന് നമുക്ക് ലഭിച്ചിട്ടുള്ള സേവനങ്ങളെ പറ്റിയുള്ളതും കാര്യങ്ങൾ വിശദമാക്കാൻ വേണ്ടിയാണ് ഇവിടെ കൂടിയിരിക്കുന്നത്. ഓരോ ഔദ്യോഗിക അംഗങ്ങളും ഉത്സവവുമായിട്ട് ബന്ധപ്പെട്ട ക്രമീകരണം പറ്റി ഇവിടെ വിശദീകരിക്കുന്നതാണ്. ആദ്യമായി സ്വാഗതം പറയുന്നതിന് ശ്രീമതി ചിത്രലേഖയെ ക്ഷണിച്ചുകൊള്ളുന്നു. ആറ്റുകാൽ അമ്മയെ ശരണം. വേദിയിലും സദസ്സിലും സന്നിഹിതരായിരിക്കുന്ന എല്ലാ മാന്യ വ്യക്തികൾക്കും എൻ്റെ നമസ്കാരം. 2024 ആണ്ടിലെ ആറ്റുകാൽ പൊങ്കാല മഹോത്സവത്തോടനുബന്ധിച്ചുള്ള ആദ്യ പത്രസമ്മേളനത്തിനാണ് നാം ഇന്നിവിടെ കൂടിയിരിക്കുന്നത്. അതിലേക്ക് എല്ലാവരെയും ഹാർദമായി ഞാൻ സ്വാഗതം ചെയ്യുന്നു. ഞാൻ ചിത്രലേഖ ഡി, ആറ്റുകാൽ പൊങ്കാല മഹോത്സവത്തോട് തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുള്ള പബ്ലിസിറ്റി കമ്മിറ്റിയുടെ കൺവീനറാണ്. ഇനി എൻ്റെ കർത്തവ്യത്തിലേക്ക് ഞാൻ കടക്കുന്നു. ആദ്യമായി ഞാൻ സ്വാഗതം ചെയ്യുന്നത് നമ്മുടെ ട്രസ്റ്റ് ചെയർമാൻ ശ്രീ എസ് വേണുഗോപാൽ അവർകളെയാണ്. അടുത്തതായി ഞാൻ സ്വാഗതം ചെയ്യുന്നത് ആറ്റുകാൽ പൊങ്കാല മഹോത്സവത്തോടനുബന്ധിച്ച് രൂപീകരിച്ചിട്ടുള്ള പൊങ്കാല മഹോത്സവത്തിൻ്റെ ജനറൽ കൺവീനറായി തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്ന ശ്രീ കെ ശിശുപാലൻ നായർ സാർ അവർകളെയാണ്. അടുത്തത് ഉത്സവത്തിൻ്റെ ജോയിൻറ്റ് ജനറൽ കൺവീനർ ശ്രീ AL വിജയകുമാർ അവർകളെയാണ്. അടുത്തത് നമ്മുടെ ട്രസ്റ്റ് പ്രസിഡന്റ് ശ്രീമതി ശോഭ വി അവർകളെയാണ് ഞാൻ സ്വാഗതം ചെയ്യുന്നത്. അടുത്തതായി സ്വാഗതം ചെയ്യുന്നത് നമ്മുടെ ട്രസ്റ്റിൻ്റെ സെക്രട്ടറി ശ്രീ K ശരത്കുമാർ അവർകളെയാണ്. അടുത്തതായി ഞാൻ സ്വാഗതം ചെയ്യുന്നത് ട്രസ്റ്റ് വൈസ് പ്രസിഡന്റ് ശ്രീ കൃഷ്ണൻ നായർ PK അവർകളെയാണ്. നമ്മുടെ ട്രസ്റ്റിൻ്റെ ജോയിൻറ്റ് സെക്രട്ടറി ശ്രീ അനുമോദ് AS അവർകളെയാണ്. അടുത്തതായി ഞാൻ സ്വാഗതം ചെയ്യുന്നത് ട്രഷറർ ശ്രീമതി ഗീതാകുമാരി A അവർകളെയാണ്. ഇനി ഞാൻ സ്വാഗതം ചെയ്യാൻ പോകുന്നത് ഇവിടെ സന്നിഹിതരായിരിക്കുന്ന എല്ലാ പത്ര, ദൃശ്യ, ശ്രവ്യ മാധ്യമ പ്രതിനിധികൾ, പിന്നെ നമ്മുടെ ഉത്സവത്തോടനുബന്ധിച്ച് രൂപീകരിച്ചിട്ടുള്ള എല്ലാ ഉത്സവ കമ്മിറ്റി കൺവീനർമാർ, നമ്മുടെ ട്രസ്റ്റ് ബോർഡ് അംഗങ്ങൾ, നമ്മുടെ ട്രസ്റ്റിലെ ജീവനക്കാർ എന്നിവരെയും ഞാൻ ഈ ചടങ്ങിലേക്ക് സ്വാഗതം ചെയ്തോളുന്നു. പൊങ്കാല മഹോത്സവവുമായി ബന്ധപ്പെട്ട വാർത്തകൾ ഭക്തജനങ്ങളിലേക്ക് എത്തിക്കുന്നതിൽ ഒരു പ്രധാന പങ്ക് വഹിക്കുന്നത് നിങ്ങൾ പത്ര, ദൃശ്യ, ശ്രവ്യ മാധ്യമങ്ങൾ തന്നെയാണ്. അതുകൊണ്ട് എല്ലാ വർഷങ്ങളിലെയും പോലെ ഈ വർഷവും നമ്മുടെ ഉത്സവത്തിൻ്റെ ഓരോ ദിവസത്തെയും വാർത്തകൾ ലോകത്തിൻ്റെ നാനാഭാഗങ്ങളിലുള്ള ഭക്തജനങ്ങളിലേക്ക് എത്തിച്ച് ഈ വർഷത്തെ ഉത്സവവും ഒരു വൻ വിജയമാക്കി തരുവാൻ നിങ്ങളുടെ സഹായ സഹകരണങ്ങൾ ഞങ്ങൾ ഈ അവസരത്തിൽ അഭ്യർത്ഥിക്കുന്നു. നമ്മുടെ ട്രസ്റ്റിൻ്റെ എല്ലാ സഹായ സഹകരണവും നിങ്ങൾക്കുണ്ടായിരിക്കും. ഇനി ഉത്സവത്തെക്കുറിച്ചുള്ള ഒരുക്കങ്ങളെക്കുറിച്ച് നമ്മുടെ ഔദ്യോഗിക ഭാരവാഹികൾ സംസാരിക്കുന്നതാണ്. ഇത്രയും പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. ആറ്റുകാൽ മഹോത്സവം 26-ാം തീയതി അവസാനിക്കുന്നതാണ്. പൊങ്കാലയുടെ സംബന്ധിച്ച്
ആറ്റുകാൽ ട്രസ്റ്റ് ഒക്ടോബർ തന്നെ 9 കമ്മിറ്റി കൺവീനിയേഴ്സും കമ്മിറ്റി മെമ്പർമാരുമായിട്ട് അംഗങ്ങളുമായിട്ടുള്ള പ്രവർത്തനം രാപ്പകലില്ലാതെ നടന്നു വരികയാണ്. ഏകദേശം അതിൻ്റെ പൂർത്തിയിട്ടുമുണ്ട്. 9 സംബന്ധിച്ചിടത്തോളം കമ്മിറ്റിയാണ് കുട്ടികളുടെ കാര്യങ്ങളും മറ്റും നോക്കുന്നതിന് വേണ്ടി എടുത്തിട്ടുള്ളൊരു കമ്മിറ്റിയാണ്. കൺവീനറും അംഗങ്ങളും ഉൾപ്പെട്ട കമ്മിറ്റിയാണ്. എല്ലാ കമ്മിറ്റിയിലും അങ്ങനെ തന്നെയാണ്. തദ്ദേശീയരും ട്രസ്റ്റ് ബോർഡ് മെമ്പേഴ്സും അടങ്ങുന്നതാണ് കമ്മിറ്റി. കമ്മിറ്റി ഇലക്ട്രിക്കൽ വർക്കുമായിട്ടുള്ള എല്ലാ കാര്യങ്ങൾക്ക് വേണ്ടി ഒരു അക്കോമഡേഷൻ കമ്മിറ്റിയുണ്ട്. അത് കഴിഞ്ഞിട്ട് അതായത് പൊങ്കാലയുമായി ബന്ധപ്പെട്ട് നടത്തുന്ന നിരന്തരം നടത്തുന്ന വിവിധ ഉദ്യോഗസ്ഥന്മാർക്കും അതുകാർക്കുമൊക്കെ ഭക്ഷണം പ്രൊവൈഡ് ചെയ്യുന്നതിന് വേണ്ടി എടുത്തിട്ടുള്ളൊരു കമ്മിറ്റിയാണ്. ഭക്ഷണം നൽകുന്നതിന് വേണ്ടി അധീനതയിലുള്ള 2 മണ്ഡപങ്ങളിൽ ആളുകൾക്ക് ുന്നതിനുള്ള ഒരുക്കങ്ങൾ നടത്തിയിട്ടുണ്ട്. അത് അന്നദാന മെസ്സും കമ്മിറ്റി മെസ്സാണ് ഉദ്യോഗസ്ഥന്മാരുടെ ആഹാര കാര്യങ്ങളെല്ലാം നോക്കി നടത്തുന്നത്. ബന്ധപ്പെട്ട കമ്മിറ്റികളാണ് നോക്കുന്നത്. അതുപോലെ ഭക്തജനങ്ങൾക്ക് നിർദ്ദേശങ്ങളും അവരുടെ നിയന്ത്രണങ്ങളും നടത്തുന്നതിന് വേണ്ടി ഒരു റിസർവേയും തിരഞ്ഞെടുത്തിട്ടുണ്ട്. എല്ലാ കാര്യങ്ങളും നടത്തി വരുന്നത് അത് വോളണ്ടിയേഴ്സ് ഉത്സവത്തിനും വരുന്ന ആളുകളെ നിയന്ത്രിക്കുന്നതിനും പൊങ്കാലയ്ക്ക് വരുന്ന ആളുകൾക്ക് വേണ്ട നിർദ്ദേശങ്ങളും മറ്റും നൽകുന്നതിനും എടുത്തിട്ടുള്ള അവസാനമായിട്ട് താലപ്പൊലിയും അതുനേരം ദേവിയുടെ നിയന്ത്രണം പുറത്തെഴുന്നള്ളിപ്പ് നടത്തിക്കൊണ്ട് വേണ്ടി എടുത്തിട്ടുള്ള താലപ്പൊലി കമ്മിറ്റി ആണ്. ഇങ്ങനെ ഇതിന്റെ പ്രവർത്തനം എല്ലാം തന്നെ ഇത് കാര്യങ്ങൾ ഇനിയുള്ള ഔദ്യോഗികങ്ങളും ജോയിന്റ് ജനറൽ കമ്മീഷണറും എല്ലാം നിങ്ങളോട് വിശദീകരിക്കുന്നതാണ്. നിങ്ങൾക്കെല്ലാം ഒരിക്കൽ കൂടി നന്ദി. എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ ഈ വർഷത്തെ പൊങ്കാല മഹോത്സവം 2024 ഫെബ്രുവരി 17 ആരംഭിക്കുകയാണ്. അന്ന് രാവിലെ 8 മണിക്കാണ് കാപ്പുകെട്ട് കുടിയിരുത്ത് ചടങ്ങ്. അതിനുശേഷം അന്നത്തെ നമ്മുടെ 9 ദിവസവും നടന്നു വരുന്ന കലാപരിപാടികളുടെ ഉദ്ഘാടനം വൈകുന്നേരം 6 മണിക്കാണ്. ആ ചടങ്ങിൽ ഉദ്ഘാടനം ചെയ്യുന്നത് പ്രശസ്ത ചലച്ചിത്ര താരം ശ്രീമതി അനുശ്രീയാണ്. ആ ചടങ്ങിൽ വെച്ചാണ് ആറ്റുകാൽ അംബ പുരസ്കാരം നൽകുന്നത്. ഇപ്രാവശ്യം ഞങ്ങൾ അംബ പുരസ്കാരം നൽകുന്നതിലേക്കായി തിരഞ്ഞെടുത്തിരിക്കുന്നത് പ്രശസ്ത സാഹിത്യകാരൻ ഡോക്ടർ ജോർജ് ഓണക്കൂറാണ്. പിന്നെ 3-ാം ദിവസമാണ് കുത്തിയോട്ട വ്രതം ആരംഭിക്കുന്നത്, 19-ാം തീയതി. അന്ന് രാവിലെ 9:30ക്കാണ് കുത്തിയോട്ട വ്രതം ആരംഭിക്കുന്നത്. അതിലേക്കായി കുട്ടികൾക്ക് വേണ്ട നിർദ്ദേശങ്ങളൊക്കെ തന്നെ നേരത്തെ കൊടുത്തു കഴിഞ്ഞു. ഇത് പ്രശസ്തമായ ആറ്റുകാൽ പൊങ്കാല ഫെബ്രുവരി 25 രാവിലെ 10:30 അടുപ്പ് വെട്ട് നടക്കുന്നു. അതിനുശേഷം 10:30 അതെ കുട്ടിയോട്ട കുട്ടികൾ ചൂട് 1 മിനിറ്റ് 10:30 അടുപ്പ് വെട്ട്. അതിനുശേഷം 2:30 നിവേദ്യം നടക്കുന്നത്. പിന്നെ വൈകുന്നേരം 7:00 കുത്തിയോട്ട കുട്ടികൾക്കുള്ള ചൂരൽ കുത്ത് ആരംഭിക്കുന്നു. ഇപ്രാവശ്യം 606 കുട്ടികളാണ് രജിസ്റ്റർ ചെയ്തത്. അതിൻ്റെ കൂടെ ഒരു പണ്ടാര ഓട്ടമുണ്ട്, ദേവിയുടെ ഓട്ടമാണത്. ഈ ഇത്രയും പണ്ടാര ഓട്ടം ദേവിയുടെ ഒപ്പമാണ് എഴുന്നള്ളുന്നത്. 606 കുട്ടികളും ക്ഷേത്രത്തിൽ നിന്നും പുറപ്പെട്ടതിന് ശേഷം ദേവി എഴുന്നള്ളുന്നു. ഇത് അതിനുശേഷം പിറ്റേ ദിവസമാണ് ദേവി തിരിച്ചെത്തുന്നത്. അത് ഈ കുട്ടികൾ മുഴുവനും ഇറങ്ങിയതിന് ശേഷം ദേവി എഴുന്നള്ളി ശാസ്താക്ഷേത്രത്തിൽ എത്തിക്കഴിഞ്ഞിട്ട് തിരിച്ചു വരുമ്പോൾ പിറ്റേ ദിവസമാകും. പിറ്റേ ദിവസം രാത്രി 9:45 കാപ്പ് അഴിക്കുന്നത്. അതിനുശേഷം കുരുതി തർപ്പണത്തോടു കൂടി നമ്മൾ ഏവരും കാത്തിരുന്ന
ആറ്റുകാൽ പൊങ്കാല മഹോത്സവം അവസാനിക്കുകയാണ്. ഇപ്രാവശ്യത്തെ പൊങ്കാല മഹോത്സവം വളരെ നല്ല രീതിയിൽ നടത്തുന്നതിന് വേണ്ടി എല്ലാവരും ഞങ്ങൾ ട്രസ്റ്റും പ്രദേശത്തുള്ളവരും ജീവനക്കാരും മറ്റെല്ലാവരും ചേർന്ന് ഒന്നിച്ച് പ്രവർത്തിച്ച് അതിൻ്റെ പൂർണ്ണതയിൽ എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഒപ്പം നിങ്ങൾ ഏവരുടെയും സഹായ സഹകരണങ്ങൾ അഭ്യർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നമസ്കാരം. മഹോത്സവം തിരുവനന്തപുരം ജില്ല ഒട്ടാകെ വ്യാപിച്ചു കിടക്കുന്നതുകൊണ്ട് സർക്കാർ തലത്തിൽ അതിൻ്റെ നടപടികൾ എടുത്തിട്ടുണ്ട്. സർക്കാർ കളക്ടറുടെ നേതൃത്വത്തിൽ പല അവലോകനങ്ങളും യോഗങ്ങളും ഇതിനു മുമ്പ് നടന്നിട്ടുണ്ട്. 3/1/2024 മേയറുടെ നേതൃത്വത്തിൽ കോർപ്പറേഷൻ ഓഫീസിൽ വെച്ചിട്ട് വിവിധ ഡിപ്പാർട്ട്മെൻറ്റുകളെയും വിളിച്ച് അവരോരോരുത്തരും നടത്തുന്ന തിരുവനന്തപുരം ജില്ലയിൽ നടത്തേണ്ട പ്രവർത്തനങ്ങളെപ്പറ്റി പറയുകയും അതിനനുസരിച്ച് അവർക്ക് പ്രവർത്തിക്കാനുള്ള നിർദ്ദേശം മേയറുടെ കോർപ്പറേഷനിൽ നിന്നും കൊടുക്കുകയുണ്ടായി. അതിനുശേഷം 10/1/2024 ബഹുമാനപ്പെട്ട പൊതുവിദ്യാഭ്യാസ തൊഴിൽ വകുപ്പ് മന്ത്രി ശ്രീ ശിവൻകുട്ടി സാറിൻ്റെ നേതൃത്വത്തിൽ ട്രസ്റ്റ് ഓഫീസിൽ വെച്ചിട്ട് ഒരു അവലോകന യോഗം കൂടുകയും വിവിധ ഡിപ്പാർട്ട്മെൻറ്റിലെ PWD, ഇറിഗേഷൻ, പോലീസ്, തിരുവനന്തപുരം കോർപ്പറേഷൻ, എക്സൈസ്, കേരള വാട്ടർ അതോറിറ്റി, മലിനീകരണ നിയന്ത്രണ ബോർഡ്, ലീഗൽ മെട്രോളജി, സിവിൽ സപ്ലൈസ് ഡിപ്പാർട്ട്മെൻറ്റ്, ഫുഡ് സേഫ്റ്റി, ശുചിത്വ മിഷൻ, KSRTC, KSEB, ഫയർ ആൻഡ് റെസ്ക്യൂ, സദേൺ റെയിൽവേ, ജില്ലാ ഇൻഫർമേഷൻ ഓഫീസ്, DTPC, റവന്യൂ ഡിപ്പാർട്ട്മെൻറ്റ്, ആറ്റുകാൽ ട്രസ്റ്റുമായ ഭാരവാഹികൾ എന്നിവരെ പങ്കെടുപ്പിച്ച് അവിടുത്തെ കൗൺസിലർമാരെയും പങ്കെടുപ്പിച്ചുകൊണ്ട് ഒരു അവലോകന യോഗം നടത്തുകയും ഓരോ സ്ഥലത്ത് നടത്തേണ്ട പ്രവർത്തനത്തെപ്പറ്റി വിലയിരുത്തുകയും കഴിഞ്ഞ വർഷങ്ങളിൽ നടത്തിയ അപാകതകൾ തിരുത്തി ഇത്തവണ കൂടുതൽ ഭംഗിയായിട്ട് നടത്തുന്നതിന് വേണ്ട നിർദ്ദേശം ബഹുമാനപ്പെട്ട മന്ത്രി നൽകുകയുണ്ടായി. അത് കഴിഞ്ഞ് വീണ്ടും ഒരു അവലോകന യോഗം 25/1/2024 ബഹുമാനപ്പെട്ട റവന്യൂ വകുപ്പ് മന്ത്രിയും വിദ്യാഭ്യാസ തൊഴിൽ വകുപ്പ് മന്ത്രി ശ്രീ ശിവൻകുട്ടി സാറും ചേർന്ന് ട്രസ്റ്റ് ബോർഡിൽ വെച്ച് നടത്തുകയുണ്ടായി. അതുവരെ നടത്തിയ പ്രവർത്തനങ്ങൾ ഓരോ ഡിപ്പാർട്ട്മെൻറ്റിലെ ഉദ്യോഗസ്ഥന്മാരും വിശദീകരിക്കുകയും കൂടുതൽ കാര്യങ്ങൾ വേഗത്തിൽ ചെയ്തു തീർത്ത് ആറ്റുകാൽ ഉത്സവം ഭംഗിയായിട്ട് നടത്താൻ വേണ്ടിയുള്ള നിർദ്ദേശം 2 മന്ത്രിമാരും നടത്തുകയുണ്ടായി. കൂടാതെ ജില്ലാ കളക്ടറുടെ നേതൃത്വത്തിൽ 29/1/2024 3/2/2024 2 അവലോകന യോഗങ്ങൾ നടത്തി. അതിലും എല്ലാ ഡിപ്പാർട്ട്മെൻറ്റുകാരെയും വിളിക്കുകയും ഓരോ ഡിപ്പാർട്ട്മെൻറ്റും അതുവരെ ചെയ്തതിൽ വിട്ടുപോയിട്ടുള്ള കാര്യങ്ങൾ അവരെ ബോധ്യപ്പെടുത്തുകയും അത് നടത്തുന്നതിന് വേണ്ട നടപടികളെടുക്കുകയും ചെയ്തു. 8/2/2024 അസിസ്റ്റൻറ്റ് കളക്ടറുടെ നേതൃത്വത്തിൽ അസിസ്റ്റൻറ്റ് കളക്ടറെ അശ്വതി ശ്രീനിവാസ് മാഡത്തിനെയാണ് ഇതിൻ്റെ കോർഡിനേറ്ററായിട്ട് ഗവൺമെൻറ് നിശ്ചയിച്ചിട്ടുള്ളത്. ഒരു അവലോകന യോഗം നടത്തുകയും അതിൽ വീണ്ടും ഓരോ ഡിപ്പാർട്ട്മെൻറ്റിലും അതുവരെ ചെയ്തത് വിലയിരുത്തുകയും വീണ്ടും നടത്തേണ്ട കാര്യങ്ങളെപ്പറ്റി അവരെ ബോധവാന്മാരാക്കുകയും ചെയ്തിട്ടുണ്ട്. എല്ലാ ഡിപ്പാർട്ട്മെൻറ്റുകാരും വളരെ നന്നായിട്ട് തന്നെ സഹകരിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്തിട്ടുണ്ട്. കൂടാതെ ആറ്റുകാൽ ട്രസ്റ്റ് തന്നെ ലോക്കൽ റെസിഡൻഷ്യൽ അസോസിയേഷനെയും മറ്റ് അസോസിയേഷനുകളെയും വിളിച്ച് ഒരു യോഗം നടത്തുകയും അവർക്കും ഈ ആറ്റുകാൽ ഉത്സവം ഭംഗിയായി നടത്തുന്നതിനെ പറ്റിയുള്ള കാര്യങ്ങൾ വിശദീകരിക്കുകയുണ്ടായി. അവരുടെ ആവശ്യങ്ങൾ നമ്മൾ ചെയ്തു കൊടുക്കാൻ പറ്റുന്ന കാര്യങ്ങളും എല്ലാം അവർക്ക് വിശദീകരിച്ച് കൊടുക്കുകയും ഉണ്ടായി. ഇനി 2 മീറ്റിങ്ങും കൂടെ അവലോകന യോഗങ്ങൾ നടത്താൻ സർക്കാർ തലത്തിൽ തന്നെ ഉദ്ദേശിച്ചിട്ടുണ്ട്. ഒന്ന് 14-ാം തീയതി ഇന്ന് വൈകുന്നേരം 5 മണിക്കും 3 മന്ത്രിമാർ ഉൾപ്പെട്ട ഒരു മീറ്റിംഗാണ് ഉദ്ദേശിച്ചിരിക്കുന്നത്. ദേവസ്വം മന്ത്രിയുടെ നേതൃത്വത്തിലും സിവിൽ സപ്ലൈസ് രാജൻ സാറിൻ്റെയും പൊതുവിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ശിവൻകുട്ടി സാറിൻ്റെയും നേതൃത്വത്തിൽ ഇന്ന് വൈകുന്നേരം 5 മണിക്ക് ഒരു യോഗം നടത്തുന്നുണ്ട്. ട്രസ്റ്റ് ഓഫീസിൽ വെച്ചാണ് നടത്തുന്നത്. പിന്നെ 17-ാം തീയതി ചീഫ് മിനിസ്റ്ററുടെ നേതൃത്വത്തിലും ഒരു യോഗം 17-ാം തീയതി നടത്തുന്നുണ്ട്. അന്നാണ് ഉത്സവം ആരംഭിക്കുന്നത്. ഇതുവരെയും സർക്കാരും ബാക്കി ഡിപ്പാർട്ട്മെൻറ്റുകളെല്ലാം നല്ല രീതിയിലാണ് പ്രവർത്തിച്ചിട്ടുള്ളത്. കഴിഞ്ഞ വർഷത്തേക്കാളും നന്നായിട്ട് എന്തെങ്കിലും അപാകതകളുള്ളതെല്ലാം മാറ്റി തരുമെന്ന് അവരെല്ലാം വാഗ്ദാനം ചെയ്തിട്ടുണ്ട്. അതിനനുസരിച്ച് അവർ പ്രവർത്തിച്ചു വരികയാണ്. തീർച്ചയായും എല്ലാവരുടെയും സഹകരണം കൊണ്ടാണ് നമുക്ക് ആറ്റുകാൽ ഉത്സവം ഭംഗിയായിട്ട് നടത്താൻ സാധിക്കുന്നത്.
സിവിൽ ഏവിയേഷൻ ഡിപ്പാർട്ട്മെൻറ്റും നമുക്ക് പുഷ്പവൃഷ്ടി നടത്തുന്നതിന് വേണ്ടിയുള്ള അംഗീകാരം ചെയ്തിട്ടുണ്ട്. അത് നടത്തുന്നതാണ്. കളക്ടറുടെ അംഗീകാരത്തോടുകൂടി അത് നടത്തുന്നതാണ്. എല്ലാ ദൃശ്യമാധ്യമങ്ങളും ബാക്കി ഉള്ളവരുടെയും സഹകരണം കൊണ്ടാണ് നമുക്ക് ആറ്റുകാൽ ഉത്സവം വളരെ ഭംഗിയായിട്ട് നടത്താൻ സാധിച്ചിട്ടുള്ളത്. ഈ സർക്കാർ എല്ലാവരും, അല്ലാതെ ആറ്റുകാൽ ട്രസ്റ്റ് മാത്രം ചേർന്നിട്ട് ഒറ്റയ്ക്ക് നടത്താൻ പറ്റുന്ന ഒരു കാര്യമല്ല. ഇത്രയും വലിയൊരു ആഘോഷം നന്നായിട്ട് നടത്തുന്നതിന് എല്ലാവരുടെയും സഹകരണം കിട്ടിയിട്ടുണ്ട്. ഇതിനു മുമ്പും കിട്ടിയിട്ടുണ്ട്, ഇപ്പോഴും കിട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട്. അതുകൊണ്ട് എല്ലാവരെയും സഹായം ഒന്നുകൂടി അഭ്യർത്ഥിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. ബഹുമാനപ്പെട്ട വൈസ് പ്രസിഡന്റിനെ ക്ഷണിക്കുകയാണ്. ബഹുമാനപ്പെട്ട അധ്യക്ഷൻ, ട്രസ്റ്റ് ഭാരവാഹികളെ, ഈ വർഷത്തെ പൊങ്കാല മഹോത്സവം ജനറൽ കൺവീനർ, ജോയിൻറ്റ് ജനറൽ കൺവീനർ, ഇവിടെ ഹാജരായിരിക്കുന്ന പത്ര മാധ്യമ പ്രവർത്തകരെ, ട്രസ്റ്റികളെ, ട്രസ്റ്റ് ജീവനക്കാരെ, 2024 പൊങ്കാല മഹോത്സവം ഫെബ്രുവരി 17 മലയാള മാസം 1199 കുംഭമാസം 4 ശനിയാഴ്ച രാവിലെ 8 മണിക്ക് കാർത്തിക നക്ഷത്രത്തിൽ തോറ്റം പാട്ട് പാടി കാപ്പ് കെട്ടി കുടിയിരുത്തലോടുകൂടി ഉത്സവം ആരംഭിക്കുന്നു. കാപ്പ് കെട്ടെന്നാൽ പഞ്ചലോകത്തിൽ തീർത്ത 2 മോതിര വളയങ്ങൾ, അതിൽ ഒരു മോതിരം ദേവിയുടെ ഉടവാളിൽ മേൽശാന്തിയും രണ്ടാമത്തെ മോതിരം മേൽശാന്തിയുടെ കയ്യിൽ സഹമേൽശാന്തിയും കെട്ടുന്നു. മോതിര വളയം കെട്ടുന്നതിന് ഉപയോഗിക്കുന്ന ചരട് പുറത്തിനാര് എടുത്ത് പിരിച്ച് പച്ചമഞ്ഞൾ ചേർത്ത് മുറുക്കിയെടുക്കുന്നതാണ്. കാപ്പ് കെട്ടുന്ന സമയത്ത് കസവ് നേരിയത് വിശറി രൂപത്തിലാക്കി ദേവിയുടെ വിഗ്രഹത്തിന് മുകളിലുള്ള പ്രഭയിൽ ചാർത്തുന്നു. ഇതിനെ തിരുവുടയാട എന്ന് പറയുന്നു. ഇപ്രകാരം 3 ചടങ്ങുകളാണ് നടക്കുന്നത്. തുടർന്ന് ദീപാരാധനയോടുകൂടി കാപ്പ് കെട്ടി കുടിയിരുത്തൽ ചടങ്ങ് നടന്നു കഴിഞ്ഞു. കാപ്പ് കെട്ടി കുടിയിരുത്തിയതിന് ശേഷം കുടിയിളക്കുന്നവരെ മേൽശാന്തി ക്ഷേത്രത്തിൽ നിന്നും പുറത്തു പോകാൻ പാടില്ല. കാപ്പ് കെട്ടി കുടിയിരുത്തൽ എന്നാൽ കൊടുങ്ങല്ലൂർ ദേവിയുടെ ചൈതന്യം ആവാഹിച്ച് ആറ്റുകാലിലേക്ക് കൊണ്ടുവരുന്നു എന്നാണ് ഐതിഹ്യം. ഫെബ്രുവരി 25 കുംഭമാസം 12 പൂരനാളിൽ നടക്കുന്ന പൊങ്കാലയ്ക്കും എഴുന്നള്ളത്തിനും ശേഷം 10 ദിവസത്തെ ഉത്സവം ഫെബ്രുവരി 26 കുംഭം 13 തിങ്കളാഴ്ച രാത്രി 9:30 തോറ്റം പാട്ട് പാടി കൊടുങ്ങല്ലൂർ ദേവിയെ യാത്ര അയക്കുന്ന സമയം ഉടവാൾ കെട്ടിയ മോതിരം മേൽശാന്തിയും മേൽശാന്തിയുടെ കയ്യിൽ കെട്ടിയ മോതിരം സഹമേൽശാന്തിയും അഴിക്കുകയും ദേവിയുടെ പ്രഭയിൽ ചാർത്തിയിരിക്കുന്ന തിരുവുടയാട മാറ്റുകയും ചെയ്യുന്നതോടുകൂടി കുടിയിടക്കൽ ചടങ്ങ് പൂർത്തിയാകുന്നു. ശേഷം രാത്രി 12:30 കുരിത തർപ്പണത്തോടുകൂടി പൊങ്കാല മഹോത്സവം സമാപിക്കുന്നു. പാട്ടുപുര എന്നാൽ ക്ഷേത്രത്തിൻ്റെ മുൻവശത്ത് 41 ചുവട് അകലെ ദേവിക്ക് അഭിമുഖമായി ഓലപ്പുര കെട്ടി മൺതിട്ട ഉറപ്പിച്ച് അതിലിരുന്ന് തോറ്റം പാട്ടുകാർ പാട്ട് പാടുന്നു. ഈ വർഷത്തെ ഉത്സവം എല്ലാ പത്രമാധ്യമക്കാരും നമ്മളോട് വളരെയധികം സഹായിച്ച് ഈ വർഷത്തെ ഉത്സവം വളരെ ഭംഗിയായി നടത്തുവാൻ ദേവി സഹായിക്കട്ടെ, അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. ബഹുമാനപ്പെട്ട ട്രഷററെ ക്ഷണിക്കുകയാണ്. വേദിയിലുള്ള എല്ലാ ട്രസ്റ്റീസ്, എൻ്റെ പ്രിയ മാധ്യമ സുഹൃത്തുക്കളെ, എല്ലാവർക്കും എൻ്റെ നമസ്കാരം. നമ്മൾ ആറ്റുകാൽ പൊങ്കാലയോടനുബന്ധിച്ച് പല ജീവനക്കാർ മാത്രമല്ല, ഡിപ്പാർട്ട്മെൻറ്റ്സ് 10-13 ഡിപ്പാർട്ട്മെൻറ്റ്സ് ഇവരെല്ലാവരും കൂടെ ചേർന്ന് ഒരു സംയുക്തമായി ചെയ്യുന്ന ഒരു പ്രവൃത്തി ആയതുകൊണ്ടാണ് ഇതൊരു വൻ വിജയമായി മാറിയിരിക്കുന്നത്. അത് ഇപ്രാവശ്യവും ആ ഒരു നമ്മുടെ സർക്കാർ തലത്തിലാണെങ്കിലും ഡിപ്പാർട്ട്മെൻറ്റ് തലത്തിലും നമ്മുടെ പ്രദേശവാസികൾ, റെസിഡൻസ് അസോസിയേഷൻ ഇവരെല്ലാവരും കൂടെ ചേർന്ന് വളരെ ഭംഗിയായിട്ട് നടത്താൻ വേണ്ടിയുള്ള എല്ലാ മുന്നൊരുക്കങ്ങളും നടന്നു വരികയാണ്. അപ്പം അതിന് വേണ്ടുന്ന ഒരു 2 കമ്മിറ്റികളിൽ, അതായത് നമ്മുടെ ഒരു മെസ് കമ്മിറ്റിയും നമ്മുടെ പ്രസാദ ഊട്ട് കമ്മിറ്റി, 2 കമ്മിറ്റികളുണ്ട്. അതിൽ നമ്മുടെ പ്രസാദ ഊട്ട് കമ്മിറ്റി പറയുകയാണെങ്കിൽ, നമ്മുടെ ക്ഷേത്രത്തിനോട് വരുന്ന ഭക്തജനങ്ങൾ അവർക്ക് വേണ്ടുന്ന ഉച്ചക്കലത്തെ ഭക്ഷണം അത് മാക്സിമം ഭക്തജനങ്ങൾക്ക് നൽകാൻ വേണ്ടിയുള്ള എല്ലാ ക്രമീകരണങ്ങളും സജ്ജീകരിച്ചു കഴിഞ്ഞു.
അതുപോലെ മെസ്സ് ഒരുക്കിയിരിക്കുന്നത് നമ്മുടെ ഡിപ്പാർട്ട്മെൻറ്റുകൾ, നമ്മുടെ മാധ്യമ സുഹൃത്തുക്കൾ, പോലീസ്, അങ്ങനെ പല ഡിപ്പാർട്ട്മെൻറ്റുകൾ എല്ലാവർക്കും കൂടെ ചേർന്ന് വേണ്ടിയിട്ടാണ്, പ്രത്യേകിച്ച് നമ്മുടെ ട്രസ്റ്റീസ്, ജീവനക്കാർ എല്ലാവർക്കും വേണ്ടിയാണ് നമ്മുടെ അവിടുത്തെ ഒരു മെസ്സ് കൂടെ രൂപീകരിച്ചിട്ടുണ്ട്. ആ മെസ്സിൽ കുറച്ചേറെ ആൾക്കാർ ഭക്ഷണം കഴിക്കാനുള്ള എല്ലാ സൗകര്യങ്ങളും ഏർപ്പാട് ചെയ്തിട്ടുണ്ട്. അപ്പം ഇതിൻ്റെ കാര്യങ്ങളെല്ലാം കഴിഞ്ഞ വർഷത്തിൽ നടത്തിയതിനേക്കാൾ വളരെ ഭംഗിയായിട്ട് ഇപ്രാവശ്യം വളരെ തിരക്ക് കൂടുതൽ ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. അതിന് വേണ്ടുന്ന എല്ലാ സജ്ജീകരണങ്ങളും അവിടെ നടന്നു വരികയാണ്. എല്ലാ മാധ്യമ സുഹൃത്തുക്കൾ അതിന് വേണ്ടുന്ന എല്ലാ സഹായങ്ങളും സഹകരണങ്ങളും ചെയ്യുമെന്നുള്ള പ്രതീക്ഷയോടെ നിർത്തുന്നു. ആറ്റുകാലമ്മയോട് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. ബഹുമാനപ്പെട്ട ജോയിന്റ് സെക്രട്ടറി ക്ഷണിക്കുകയാണ്. വേദിയിലിരിക്കുന്ന ട്രസ്റ്റ് ഭാരവാഹികൾ, ഇവിടെ സന്നിഹിതരായിട്ടുള്ള വിവിധ പത്ര, ദൃശ്യ, ശ്രവ്യ മാധ്യമങ്ങളിലെ സുഹൃത്തുക്കളെ, എല്ലാവർക്കും നമസ്കാരം. നമുക്കെല്ലാവർക്കും അറിയാം, പൊങ്കാല മഹോത്സവത്തോടെ ആറ്റൽ ക്ഷേത്രത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചടങ്ങാണ് ഉത്സവത്തോടനുബന്ധിച്ച പൊങ്കാല. അത് കഴിഞ്ഞാൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചടങ്ങാണ് കുത്തിയോട്ടം. ഈ വർഷം 606 ബാലന്മാരാണ് ദേവിയുടെ നേർച്ചയ്ക്കായിട്ട് പേര് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. അതോടൊപ്പം തന്നെ ക്ഷേത്രത്തിൻ്റെ ഒരു പണ്ടാര ഓട്ടവും ഇതോടൊപ്പം ഉണ്ടായിരിക്കുന്നതാണ്. മൂന്നാം ഉത്സവ ദിവസമായ ഫെബ്രുവരി 19-ാം തീയതി രാവിലെ 9:30 പള്ളിപ്പലകയിൽ 7 വെള്ളി നാണയങ്ങൾ വെച്ച് കുട്ടികൾ കുത്തിയോട്ടവ്രതം ആരംഭിക്കുന്നു. തുടർന്നുള്ള 7 ദിവസങ്ങളിൽ ഇവർ ക്ഷേത്രത്തിൽ തങ്ങി 1008 നമസ്കാരങ്ങൾ പൂർത്തിയാക്കി 9-ാം ഉത്സവ ദിവസമായ 25-ാം തീയതി പൊങ്കാല കഴിഞ്ഞ് അന്നേ ദിവസം വൈകുന്നേരം 7:30 ചൂരൽ കുത്തുകയും തുടർന്ന് ദേവിയെ അകമ്പടി സേവിച്ച് മണക്കാട് ശ്രീ ധർമ്മശാസ്ത്ര ക്ഷേത്രത്തിലേക്ക് പോകുന്നതുമാണ്. ഈ ഘോഷയാത്രയിൽ കുട്ടികളോടൊപ്പം വിവിധ കലാരൂപങ്ങൾ ഉണ്ടായിരിക്കുന്നതാണ്. തെയ്യം, നമ്മുടെ ബാൻഡ് മേളം, ചെണ്ടമേളം, താമ്പോലം, പിന്നെ പൂക്കാവടി, ഇതുപോലെ വർണ്ണശബളമായ ഒട്ടനവധി കലാപരിപാടികൾ ഈ ഘോഷയാത്രയെ അനുഗമിക്കുന്നതാണ്. തിരിച്ച് 10-ാം ഉത്സവ ദിവസമായ 26-ാം തീയതി രാവിലെ മണക്കാട് ശ്രീ ധർമ്മശാസ്ത്ര ക്ഷേത്രത്തിൽ നിന്ന് ദേവി തിരികെ ക്ഷേത്രത്തിലേക്ക് എഴുന്നള്ളുമ്പോൾ ആ ഘോഷയാത്രയോട് അകമ്പടി സേവിച്ച് കുട്ടികൾ തിരിച്ച് ക്ഷേത്രത്തിൽ എത്തുകയും ചൂരിലിളക്കുകയും ചെയ്യുന്നതോടുകൂടി കുത്തിയോട്ട വ്രതം സമാപിക്കുന്നതാണ്. ഇതിനോടകം തന്നെ ക്ഷേത്രം ട്രസ്റ്റ് ഈ വർഷത്തെ കുത്തിയോട്ടത്തിനായിട്ടുള്ള എല്ലാ സജ്ജീകരണങ്ങളും പൂർത്തിയാക്കി കഴിഞ്ഞു. കുട്ടികളെ പരിചരിക്കുന്നതിനായിട്ട് 24 അവേഴ്സും DMO നിർദ്ദേശിക്കുന്ന കുറച്ച് ഡോക്ടേഴ്സും നഴ്സുമാരും എപ്പോഴും ഉണ്ടാവും. 24 അവേഴ്സും ക്ഷേത്ര പരിസരത്തുണ്ടാവും. അതോടൊപ്പം തന്നെ കുട്ടികൾക്കായിട്ട് ചമയിക്കുന്നതിനുള്ള വസ്ത്രങ്ങളെല്ലാം തന്നെ ഇതിനോടകം പ്രൊക്യൂർമെൻറ്റ് ചെയ്ത് കഴിഞ്ഞു. ഘോഷയാത്രയ്ക്കുള്ള തയ്യാറെടുപ്പുകളും ഈ അകമ്പടി സേവിക്കുന്ന മേളങ്ങളുടെ ബുക്കിങ്ങും എല്ലാം അവസാനിച്ചു കഴിഞ്ഞു. എല്ലാ വർഷവും കുത്തിയോട്ടം നിർത്തുന്ന ദിവസം കുത്തിയോട്ട കുട്ടികളുടെ പാരൻസിനെ ഇവിടെ നടത്തിയിട്ടുള്ള സജ്ജീകരണങ്ങൾ അറിയിക്കുന്നതിന് വേണ്ടി യോഗം വിളിക്കാറുണ്ട്. ഈ വർഷം അത് കാലേ കൂട്ടി ഇന്നലെയായിരുന്നു ആ യോഗം എല്ലാം ചെയ്യുകയുണ്ടായി. അതിൽ കുത്തിയോട്ട കുട്ടികൾ ഈ ക്ഷേത്രത്തിൽ നിൽക്കുമ്പോൾ എന്തൊക്കെയാണ് അവർ ചെയ്യാൻ പോകുന്നത്, ഇവിടുത്തെ റിച്വൽസ് എന്തൊക്കെയാണ്, അല്ലെങ്കിൽ പാരൻസ് അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ, അവർ പാലിക്കേണ്ട കാര്യങ്ങൾ എല്ലാം വിശദീകരിച്ചുകൊണ്ടുള്ളൊരു യോഗം ഇന്നലെ നടത്തുകയുണ്ടായി. അങ്ങനെ ക്ഷേത്രം ട്രസ്റ്റിൻ്റെ ഭാഗത്തു നിന്നും ഈ വർഷത്തെ 2024 കുത്തിയോട്ടം നടത്തുന്നതിനുള്ള എല്ലാ തയ്യാറെടുപ്പുകളും പൂർത്തിയായി കഴിഞ്ഞു. ഈ വർഷത്തെ പൊങ്കാല മഹോത്സവം വളരെ ഭംഗിയായി നടത്താൻ ദേവി അനുഗ്രഹിക്കട്ടെ എന്നും അതിന് എല്ലാ സുഹൃത്തുക്കളും, നിങ്ങളുടെ പത്ര, ദൃശ്യ, ശ്രവ്യ മാധ്യമ രംഗത്തെ എല്ലാ സുഹൃത്തുക്കളുടെയും സഹകരണം ദേവിയുടെ നാമത്തിലും ട്രസ്റ്റിൻ്റെ നാമത്തിലും അഭ്യർത്ഥിക്കുന്നു. എല്ലാവർക്കും ദേവിയുടെ കടാക്ഷം ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. 2024 പൊങ്കാല മഹോത്സവത്തിൻ്റെ ജോയിന്റ് ജനറൽ കൺവീനർ AL വിജയകുമാറിനെ ക്ഷണിക്കുകയാണ്. വേദിയിലുള്ള എൻ്റെ ഇവിടെ 2024 പൊങ്കാല മഹോത്സവത്തിന് ഞങ്ങളോടൊപ്പം സഹകരിച്ച് ഇതൊരു വൻ വിജയമാക്കി തീർക്കാൻ വന്നിട്ടുള്ള ദൃശ്യ മാധ്യമ പ്രവർത്തകരെ, ആറ്റുകാലമ്മയുടെ ഈ വർഷത്തെ ഉത്സവത്തിൻ്റെ പൊങ്കാല മഹോത്സവ അന്ന് വൈകിട്ട് താലപ്പൊലി നേർച്ചയ്ക്കായി അന്ന് രാവിലെ തൊട്ട് തന്നെ 10 വയസ്സിന് താഴെയുള്ള നിരവധി ബാലികമാർ ആറ്റുകാലമ്മയ്ക്ക് നേർച്ചയായി താലപ്പൊലി നേർച്ച ചെയ്യാനായിട്ട് ആറ്റുകാൽ ക്ഷേത്രത്തിലെത്തുന്നുണ്ട്. അന്ന് വൈകിട്ട് 7:30 മണിക്ക് കുത്തിയോട്ട ബാലന്മാർ ചൂരൽ കുത്തി മണക്കാട് ശാസ്താ ക്ഷേത്രത്തിലേക്ക് പോവുകയും അതിനോടനുബന്ധിച്ച് നിരവധി ഫ്ലോട്ടുകൾ അമ്മയ്ക്ക് അകമ്പടി സേവിക്കാൻ അതിനോടൊപ്പം ആ ഘോഷയാത്രയിൽ പങ്കെടുക്കുകയും അമ്മ രാത്രി 11 മണിക്ക് പുറത്തെഴുന്നള്ളിച്ച് മണക്കാട് ശാസ്താ ക്ഷേത്രത്തിൽ അമ്മയുടെ സഹോദരൻ എന്നാണ് വിശേഷിക്കപ്പെടുന്നത്. അമ്മയുടെ സഹോദരനെ കാണാൻ പോയിട്ട് വരുന്നതായിട്ടാണ്
അപ്പോൾ അമ്മയ്ക്ക് അകമ്പടി സേവിക്കുന്നതിനാണ് ഈ കുത്തിയൊട്ട ബാലന്മാർ അമ്മയുടെ ഭടന്മാരായിട്ട് പോകുന്നതായിട്ടാണ് സങ്കല്പം. രാവിലെ 8 മണിക്ക് ദേവി തിരിച്ച് ക്ഷേത്രത്തിലെത്തുകയും രാത്രി 9:45 കാപ്പഴിപ്പ് ചടങ്ങ് നടക്കുകയും രാത്രി 12:30 കുരുതി തർപ്പണത്തോടുകൂടി ഉത്സവം സമാപിക്കുകയാണ്. ഈ വർഷത്തെ പൊങ്കാല മഹോത്സവത്തിന് എല്ലാ വർഷവും ഉള്ളതുപോലെ നിങ്ങളുടെ ദൃശ്യപത്രമാധ്യമങ്ങളുടെ അകമഴിഞ്ഞ ആത്മാർത്ഥമായ സഹകരണം ഞങ്ങൾ ട്രസ്റ്റിൻ്റെ പേരിൽ അഭ്യർത്ഥിക്കുകയാണ്. അതിനു പുറമെ ഞങ്ങളുടെ കൊടുത്ത നിവേദനം പരിഗണിച്ച് ബഹുമാനപ്പെട്ട ഗതാഗത വകുപ്പ് മന്ത്രി ശ്രീ കെ ബി ഗണേഷ് കുമാർ ആറ്റുകാൽ ക്ഷേത്ര നടയിൽ നിന്ന് ഗുരുവായൂർ ക്ഷേത്രത്തിലേക്ക് ഒരു സൂപ്പർ ബസ് അനുവദിച്ചിട്ടുണ്ട്. അതിൻ്റെ ഉദ്ഘാടന കർമ്മം ഇന്ന് വൈകിട്ട് 7:30 മണിക്ക് നമ്മളുടെ MLAയും ബഹുമാനപ്പെട്ട വിദ്യാഭ്യാസ തൊഴിൽ വകുപ്പ് മന്ത്രിയുമായ ശ്രീ ശിവൻകുട്ടി അവറുകൾ ഫ്ലാഗ് ഓഫ് ചെയ്ത് നിർവഹിക്കുകയാണ്. നിങ്ങളുടെ എല്ലാം സാന്നിധ്യം അവിടെ ഉണ്ടാവണമെന്ന് ഞങ്ങൾ ആത്മാർത്ഥമായി ആഗ്രഹിക്കുകയാണ്. ഇങ്ങനൊരു ബസ് ദിവസവും 7:30 മണിക്ക് ഇവിടുന്ന് ഗുരുവായൂരിലേക്ക് ഗുരുവായൂർ ക്ഷേത്രത്തിലേക്കും തിരികെ പിറ്റേ ദിവസം ഉച്ചയ്ക്ക് 1:15 മണിക്ക് ആറ്റുകാൽ ക്ഷേത്രത്തിലേക്കും ആ ബസ് സർവീസ് ഉണ്ടായിരിക്കുന്നതാണ്. ഇത് ഉത്സവമുള്ളതല്ല, സ്ഥിരമായിട്ട് ഉള്ള ഇതാണ്. ഇങ്ങനൊരു ബസ് സർവീസ് അനുവദിച്ചു തന്ന ശ്രീ ഗണേഷ് കുമാർ അവർക്ക് ഈ അവസരം ഞങ്ങൾ നന്ദി രേഖപ്പെടുത്തുകയാണ്. ഇന്നത്തെ ഈ പത്രസമ്മേളനത്തെത്തിയ ദൃശ്യ പത്ര മാധ്യമ പ്രവർത്തകർക്ക് എൻ്റെ സ്വന്തം പേരിലും ട്രസ്റ്റ് അകമഴിഞ്ഞ നന്ദി രേഖപ്പെടുത്തിയതോടുകൂടി എൻ്റെ കർത്തവ്യം അവസാനിക്കുക. ബഹുമാനപ്പെട്ട സുഹൃത്തുക്കൾക്ക് എന്തെങ്കിലും അഭിപ്രായങ്ങളോ നിർദ്ദേശങ്ങളോ എന്തെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ അത് ചോദിക്കാവുന്നതാണ്. ഉത്സവവുമായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലും നിർദ്ദേശങ്ങളുണ്ടെന്നുണ്ടെങ്കിൽ അതും സ്വീകരിച്ച് വേണ്ട നടപടികൾ എടുക്കുന്നതാണ്. അതായത് നമ്മൾ 10 മുതൽ 12 വയസ്സ് വരെയുള്ള കുട്ടികളെ മാത്രമാണ് ഇപ്രാവശ്യം കുത്തിയോട്ടത്തിന് വേണ്ടി വന്നിട്ടുള്ളത്. 6 മുതൽ 12 വരെയുള്ള കുട്ടികളെയാണ് ഞങ്ങൾ സാധാരണയായിട്ട് വരുന്നത്. പക്ഷേ ഈ തിരക്ക് പ്രമാണിച്ചു, അതുപോലെ തന്നെ തിരക്ക് നിയന്ത്രിക്കുന്നതിനും കുട്ടികൾക്ക് ആവശ്യമായ കാര്യങ്ങൾ ഒരുക്കുന്നതിനും വേണ്ടിയാണ് അങ്ങനെയുള്ള ഒരു നിയന്ത്രണം കൊണ്ടുവന്ന് 10നും 12നും ഇടയ്ക്കുള്ള കുട്ടികളെ മാത്രം കുത്തിയോട്ടത്തിന് ഉൾപ്പെടുത്തിയിരിക്കുന്നു. എല്ലാ സുഹൃത്തുക്കളെയും മന്നം മെമ്മോറിയൽ ഹാളിലേക്ക് ആഹാരം കഴിക്കുന്നതിലേക്ക് വേണ്ടി ക്ഷണിക്കുകയാണ്. ആഹാരങ്ങളെ കഴിച്ചിട്ട് വേണം എല്ലാവരും പിരിഞ്ഞു പോകാൻ. ഇവിടെ എത്തിച്ചേർന്ന എല്ലാവർക്കും ആറ്റുകാൽ ട്രസ്റ്റിൻ്റെ പേരിലും എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗങ്ങളുടെ പേരിലും എല്ലാ ട്രസ്റ്റികളുടെ പേരിലും കൃതജ്ഞത രേഖപ്പെടുത്തുകയാണ്. യോഗം അവസാനിച്ചു.